ഒരു കാര്യം ഇവന്ന് കേറുന്നവനെ നന്നായിട്ട് സോപ്പിട്ട് പതപ്പിച്ച് നിന്നോണ്ടിട്ടോ. ആലിസ് മാഡത്തിന്റെ ഭാഗത്ത് ഇവനെ ഒരിക്കലും ചേരാൻ പാടില്ല. സ്വാഭാവികമായിട്ട് ഇതിനുള്ള എല്ലാ മേൽനോട്ടം ഇവനായിരിക്കും. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാല് ഇവനെ മേഡം നന്നായിട്ട് ചീത്ത പറയും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സ്നേഹം കൊണ്ട് ഇവന് നമ്മളെ ചീത്ത പറയാനും തോന്നരുത്. നമ്മളെങ്ങനെ സ്നേഹം കൊണ്ട് മൂടണം, മനസ്സിലായോ? അതേസമയം ആലിസ് മാഡത്തിനെ കുറിച്ചുള്ള കുറ്റം ഇവനോട് പറയും വേണം. അവനിങ്ങോട്ട് വരുത്താൻ അറിയെങ്കിലേ സോപ്പിട്ട് പതപ്പിച്ച് നിർത്താൻ ഞങ്ങൾക്കറിയാം. അതിനു പറ്റിയ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ റോസാപ്പൂ. പിന്നെ നീ ഷാൾ കൊണ്ട് എന്ത് ചെയ്യാൻ പോവാ? അവരെ മൂടി പതപ്പിച്ച് കിടത്താനോ? ഒരു ചെറുക്കനെ വരുതിയിൽ നിർത്തണം എങ്ങനെയാണെന്ന് ഞങ്ങൾ പെണ്ണുങ്ങൾക്കറിയാം. കേട്ടോ എന്റെ മാളു, നീ ഇവിടെ കൂട്ടുകൂടല്ലേ? ഇവിടെ പറഞ്ഞു കേട്ടോ വരുതി വരുത്താന്നൊക്കെ. ഒന്ന് നിർത്തുവോ രണ്ടുപേരും? എന്റെ ടെൻഷൻ അതൊന്നുമല്ല. ഇനി ആലിസ് മാഡം അവിടെ ഫസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കോലും ഒക്കെ കണ്ട് അപ്പൊ തന്നെ മാമിന് മനസ്സിലായി നമ്മൾ ഒപ്പിച്ച പണിയാണ്. ഒരിക്കലുമില്ല. ഇപ്പൊ സമയത്രേ 9:55. മാഡം എന്നത്തെയും പോലെ 10 മണിക്ക് ഓഫീസിൽ വരില്ല. വരില്ല. ഈ ഹെഡ് ഓഫീസിലെ ഒലിപ്പിക്കൽ ബന്ധമുള്ളവര് മാത്രമല്ല, നല്ല സുഹൃത്തുക്കളും ഉണ്ട്. അതാരാണാവോ? ഇറ്റ്സ് മീ. ഹെഡ് ഓഫീസിലെ മാർക്കറ്റിംഗ് ഡയറക്ടറായ ഹെഡ് എന്റെ ക്ലാസ്മേറ്റ് ആണ്. അവരൊന്ന് പുതിയ പ്രൊജക്ട് പിച്ച് ചെയ്യാൻ വേണ്ടിട്ട് ക്ലയന്റിനെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ മാഡത്തിന്റെ സപ്പോർട്ടും കൂടി ഇവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് മാഡത്തിന് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ താടകം ഉച്ച കഴിയാതെ എന്തായാലും വരില്ല. സോ ട്രസ്റ്റ് മീ. ബ്രില്യന്റ്. അത് കളിക്ക്. താങ്ക് യു. Hi. My name is Sonu Varghese Kuye. Only you can call me Sonu. Your good name is Jijo. Wow, what a sexy name. I'm straight. ഹായ്. ജിജു ആക്ച്വലി അകത്തേക്ക് വന്നോളൂ. നമുക്ക് കോൺഫറൻസ് ഹാളിൽ ഇരിക്കാം. മാഡം വരാൻ കുറച്ച് ലേറ്റ് ആവും. അതാണ് അവിടെ ചെന്ന് വിശദമായിട്ട് പരിശോധിച്ചു. ശരി. പെൺപിള്ളേർക്കൊരാളെ ഇങ്ങനെ വളയ്ക്കണം എന്നറിയാം. ഞാനാണെങ്കിൽ നാക്കിൽ അങ്ങോട്ട് വരികയായിരുന്നു. അത് കൊളാക്കി. എന്റെ വില മനസ്സിലായിക്കോളും. മാളു, ജിജോ ഓഫീസൊക്കെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അല്ലെങ്കിൽ പഴയ ഓഫീസിലേക്ക് എന്നെ പോയാൽ മതിയെന്നുണ്ടോ? അല്ല, അതിപ്പം ഇവിടെ ജോലി ചെയ്താലല്ലേ അറിയാൻ പറ്റുള്ളൂ. ശരിയാണ്. അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ പഴയ ഹെഡ് ഓഫീസിനേക്കാൾ നന്നായിട്ട് ഇവിടെ ഇഷ്ടപ്പെടുന്നു പറയാൻ വരിക. അവരവരെ ഇങ്ങനെ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ജിജുവിടെ വീട് എവിടെ? വീട്ടിലതൊക്കെ ഉണ്ട്. ഇവിടെ കൊച്ചി തന്നെയാണ്. വീട്ടിലെ അപ്പനും അമ്മയും മാത്രമേ. ആണോ? അപ്പൊ ജിജുവിന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല? അത് പിന്നെ ചോദ്യതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ വന്ന് കയറി ഒരാളോട് ചോദിക്കാൻ വേണ്ടി ചോദ്യം? അത് കല്യാണം കഴിഞ്ഞു വന്നു. അവള് ജസ്റ്റ് ചോദിച്ചതല്ലേ ഉള്ളൂ. നീ ഇങ്ങനെ അനാവശ്യ പ്രോത്സാഹനം കൊടുക്കല്ലേ, അത്ര നല്ലതല്ല. അതെ, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നിങ്ങൾ കൂടുതൽ ഇടപെടാൻ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ അതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട. ബ്രോ, ഇതൊക്കെ ഇവിടെ സാധാരണയായിട്ടുള്ള കാര്യങ്ങളാ. ബ്രോ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളും ഇവിടെയുണ്ട്. അതെന്താ? അതായത് ബ്രോയുടെ ഹെഡ് ഓഫീസിൽ നിന്ന് നേരിടാത്ത ഒരു പ്രശ്നം ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും. മനസ്സിലായില്ല. അതായത് നമുക്ക് മുകളിലുള്ള വായിൽ നിന്നും സ്ഥിരമായിട്ട് ചീത്ത കേൾക്കുക എന്നൊരു ശീലം ഇവിടെയുണ്ട്. സോ അതൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ. അല്ല ബ്രോ, അതിപ്പോ നമ്മൾ എവിടെയാണെങ്കിലും ജോലി എടുത്തില്ലെങ്കിൽ നമുക്കത് ഉണ്ടാവുമല്ലോ. ഇവിടെ അനാവശ്യമായിട്ടുണ്ടാവാറോ? ഉണ്ടാവാറുണ്ടോന്നോ? അതേ ഉള്ളൂ. ബ്രോ അപ്പൊ കാണാൻ പോകുന്ന ആലിസ് ഉണ്ടല്ലോ, തനിത്താടക. അല്ല, അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ വന്നത്. എന്റെ ബ്രോ ഒന്നും പറയണ്ട. ഞാൻ എന്താണോ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ബ്രോക്കുള്ള എല്ലാ സംശയത്തിന്റെ ഉത്തരവും ഒരു ചോദ്യം പോലും ഇല്ലാതെ ഞാൻ പറഞ്ഞുതരാം. ഈ സോനു പറയുന്നതിലും കാര്യമുണ്ട് ജിജോ. ഞങ്ങളുടെ മാഡം ഉണ്ടല്ലോ, അവൾ അനാവശ്യ ടെററാ. സത്യത്തിൽ ജിജു വന്നതിന്റെ ഒരു ആശ്വാസത്തിലാണ് ഞങ്ങൾ. ഒരാശ്വാസമായല്ലോ. അതുപോലെ മാഡം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതുപോലെ ഒന്ന് പറയാൻ ഇനി ജിജു ഉണ്ടല്ലോ. ജിജോയെ കണ്ടാൽ തന്നെ അറിയാം ഒരു സാധുവാണെന്ന്. അല്ല, ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് ജിജോയാണ് ഞങ്ങളുടെ കാവൽ മാലാക. ഞങ്ങൾക്ക് വിശ്വാസമാണ് ജിജോയെ. കാഴ്ചയിൽ തന്നെ ഇത്ര പാവമായ നിങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ രക്ഷിക്കാൻ പറ്റൂ. എല്ലാവരും ചില്ലറ ഉഴപ്പ് മാറ്റി വെച്ചാൽ ഞങ്ങൾ 3 പേരും അതിന് തങ്കമാണ് സാർ. പക്ഷെ ഞങ്ങളുടെ ഈ വില ആ താളയ്ക്ക് അറിയത്തില്ല. മനസ്സിലായോ? അല്ല, ഞങ്ങളിങ്ങനെ പറഞ്ഞ് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിക്കാരത്തി ഒരു 5 മിനിറ്റ് സംസാരിച്ച ജിജോയ്ക്ക് ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. ആ താടക വന്നോ? ഉച്ചയ്ക്ക് വരുന്നുണ്ട്. ഞാൻ അപ്പൊ ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ. ഞങ്ങൾ ആദ്യം പോയി ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാം, എന്നിട്ട് അങ്ങോട്ട് വന്നാൽ മതി. അല്ല, അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഞങ്ങൾ ഈ മാഡത്തിനോട് സംസാരിച്ചിട്ട് ജിജോയെ വിളിക്കാം, എന്നിട്ട് മതി എൻട്രി. ഞങ്ങള് അരപ്പരി ലൂസ് കേസാണല്ലോ മോൻ. Oh, fools!
സോനുവിനെ മാത്രമല്ലേ വിളിച്ചത്? നിങ്ങളെല്ലാരും എന്താ ഇവിടെ? അത് പിന്നെ നമ്മുടെ ഹെഡ് ഓഫീസിന് ട്രാൻസ്ഫർ ആയിട്ടുള്ള ആള് വന്നിട്ടുണ്ട്, കോൺഫറൻസ് ഹാളിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ 3 പേരും കൂടി വന്നതേ ഉള്ളൂ. ഹെഡ് ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫറോ? ആരോട് ചോദിച്ചിട്ട്? Who did this? അച്ഛൻ അല്ല, മാമിന്റെ അച്ഛൻ പറഞ്ഞിരുന്നു. ഹെഡ് ഓഫീസിൽ നിന്ന് രാഹുല് വിളിച്ചപ്പോഴാണ് ഞങ്ങളും കാര്യം അറിഞ്ഞത് അല്ലേ. മെയിൽ അയച്ചിട്ടുണ്ടാവും, മാം ചെക്ക് ചെയ്തൊക്കെ കാണാൻ പറ്റും അല്ലേ? ആ അതെ. ഇങ്ങനെയുള്ള കാര്യങ്ങള് എന്നോട് മെയിൽ അയച്ചാണോ പറയേണ്ടത്? ഇതിനെ പ്രോപ്പർ ആയിട്ട് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തത് രാഹുലിന്റെ കുഴപ്പം. അവനുള്ളത് ഞാൻ കൊടുത്തോളാം. പിന്നെ എനിക്കൊരു പേഴ്സണൽ സെക്രട്ടറി, നിങ്ങളെ 3 പേരെ നോക്കാൻ ഞാൻ തന്നെ ധാരാളം. എനിക്കൊരു പേഴ്സണൽ സെക്രട്ടറിയുടെ ആവശ്യമില്ല. ഒരാൾക്ക് എക്സ്ട്രാ സാലറി കൊടുത്ത് ഇവിടെ വളർത്താനൊന്നും പറ്റില്ല. ചെന്ന് പറഞ്ഞേക്കെ തിരിച്ചു പോവാൻ. അല്ല, അത് പിന്നെ മാഡം ഇത്രയും വലിയ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് ഞങ്ങൾ സ്റ്റാഫ് അല്ലല്ലോ. അത് മാത്രല്ല, പുള്ളി വന്നപ്പോ തന്നെ പിരിച്ചുവിടുന്നത് അങ്ങേറ്റം മോശമായ പ്രവൃത്തിയല്ലേ. ഇത്ര മോശം തോന്നാൻ നിങ്ങളുടെ ആരും അല്ലല്ലോ ഇപ്പൊ വന്നേക്കുന്നത്. യുനോ വാട്ട്, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഞാൻ ചെന്ന് പറഞ്ഞോളാം. കോൺഫറൻസ് ഹോളിലാന്നല്ല പറഞ്ഞേ. ഐ ഗോ ടോക്ക് ടു ഹിം. അല്ല മാം, നമ്മളിപ്പോ പുള്ളിനെ പറഞ്ഞു വിട്ടാലേ മാമിന്റെ അച്ഛനെ വിസ്കരിച്ചത് പോലെ ആവൂലേ? ഓ, ഞാൻ അതൊക്കെ സഹിച്ചു. എന്നോട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഇങ്ങോട്ട് വന്നതല്ലേ. അങ്ങനെ എന്റെ ഓഫീസിൽ ആരും വരണ്ട. ഞാൻ പോയി സംസാരിച്ചോളാം. ആലിസെ, നീ എന്നെ ഇവിടെ ഒട്ടും പ്രതീക്ഷയില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇത്രയും നാൾ ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്ത് നിനക്ക് അറിയില്ല എന്ന് പറയാം. ഇന്നലെ പെട്ടെന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയില്ലാതായിപ്പോ. നീ പഴയതൊക്കെ മറന്നു കാണും എന്ന തോന്നലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇല്ല, നിനക്ക് ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പൊക്കോളാം. അലിസ, ഒരു മിനിറ്റ്, സത്യത്തിൽ താൻ മാഡത്തിന്റെ ആരായിട്ട് വരും? അതല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നപ്പോഴേ പറയാൻ വന്നത്. ഞാൻ ആലീസിന്റെ എക്സ് ബോയ് ഫ്രണ്ടാണ്. കോളേജിൽ പഠിക്കുമ്പോൾ ഞാനും അവള് റിലേഷനിലായിരുന്നു. അന്ന് എന്തൊക്കെ സംശയത്തിന്റെ പേരിൽ ഞങ്ങൾ തെറ്റിപ്പിരിഞ്ഞത്. എല്ലാം അവള് മറന്നു കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പൊ ഒരു മാറ്റവും ഇല്ല. എന്റെ ദൈവമേ, ഇവിടെ ഉള്ള വള്ളിക്കെട്ടനും പോരാണ്ടാണ് പുതിയ ഒരെണ്ണം കൂടി. കർത്താവെ, പഴയ കാമുവിന്റെ അടുത്താണ് ആ പെണ്ണുമ്പിളിനെ കുറിച്ചുള്ള സകല കുറ്റം ഞാൻ പറഞ്ഞു. അപ്പൊ ഇടി വെട്ടിയതിന്റെ തല ഇപ്പൊ കടിക്കാനുള്ള അമ്മയാണ് നമ്മൾ തന്നെ എടുത്തല്ലേ വെച്ചത്. സബാഷ്. സബാഷ്.